ചേർത്ത്. ആ ആ മതി 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 മതി. അയ്യോ വീട് പൊട്ടിയിട്ടേക്കുവാ. പൂട്ടിട്ടേക്കാണോ? ആ ഇത് താഴെ പൊട്ടിയേക്കുന്നു. ചാവി തരാന്ന് പറഞ്ഞു പോയല്ലേ? ഇന്നലെ വീട്ടിൽ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയല്ലേ? സാധനല്ലേ നിങ്ങൾ ഈ പോരെ, ചാവി രാവിലെ കൊണ്ട് തരാന്ന് പറഞ്ഞു പോയാന്നല്ലേ പെൻഷന്. അവനൊന്ന് വിളിച്ചു നോക്ക്. ഒന്ന് വിളിച്ചു നോക്കിയേ. സാധനങ്ങൾ ഇവിടെ ഇറക്കാനുള്ള കേട്ടാ. നിക്കി അടങ്ങി നിക്കി. ഹലോ സാറേ, ഇവിടെ ആരുമില്ലേ? സാറേ രാവിലെ ഇവിടെ കൊണ്ട് എത്തിക്കാൻ. രാവിലെ എന്നോട് പറഞ്ഞു നിങ്ങൾ സാധനം എല്ലാമായിട്ട് രാവിലേക്ക് പോന്നേ, ഞാൻ ചാവി എന്നെ ഇവിടെ കാണുമെന്ന് പറഞ്ഞു. 50,000 രൂപയും വാങ്ങി. ലോറി ഇതുവഴി ലോറി ഇനി പരിപാടി ലോറി വരും. നല്ല വലിയ ലോറി വരില്ല. 470 തന്നെ ഇപ്പൊ കയറ്റി വിട്ടേക്കുന്നത് ആ സാധനങ്ങളല്ല. അവൻ വിളിച്ച ടൂട്ടു കേൾക്കുന്നേ ഉള്ളോ? അതിന്റെ വേറെന്തൊരു വൈറസാ? ഓ ഒരു വൈറസോ അങ്ങനെ ഇങ്ങോട്ട് പറയുന്ന കേട്ട്. സാറേ ഹലോ, ഇവിടെ ആരില്ലേ? പൂട്ടി അകത്ത് കിടക്കണ. ഇതെന്താ പുറത്തുനിന്ന് പൂട്ടിയൊക്കെ? ചാവി തരാന്ന് പറഞ്ഞാണല്ലോ രാവിലെ. ഹലോ ഒരു കഷ്ടമാന്ന് പറ. ഹലോ ഇവിടെ ആരില്ലേ? സാറേ വീട് വാടകയ്ക്ക് നിങ്ങളല്ലേ വാങ്ങിച്ചത്? നിങ്ങൾ വാങ്ങിച്ചത് സൈറസ്. അയാള് വന്ന് 50,000 രൂപ വാങ്ങിച്ചു. വീട്ടു ഉടമസ്ഥന് വേണ്ടി ഉടമസ്ഥന്റെ കയ്യിൽ വേണം വാടക കൊടുക്കാനായിട്ട്. അല്ല അത് ഈ സാറിലും കൂടെ വാങ്ങിച്ചത്. സാറല്ലേ നമ്മൾ കണ്ടിട്ടില്ല, നിങ്ങൾ ആരും നമ്മളിതുവരെ കണ്ടിട്ടില്ല. അല്ല ഞാൻ ചെയ്യട്ടെ, സാറ് ഒരു മറ്റേ വൈറസും കൂടെ എല്ലാം കൂടെ വന്നത്. വൈറസ് ഇല്ല, അവര് സൈറസ് അവൻ ബ്രോക്കറാണ്. അവൻ അങ്ങനെ പലരെയും കളിപ്പിച്ചിട്ടുണ്ട്. ബ്രോക്കർ ആണല്ലോ. അപ്പൊ ഞങ്ങളുടെ അഡ്വാൻസ് കേട്ടോ. അല്ല ഒന്ന് ചാവിതാ. അല്ല ആരും അഡ്വാൻസ് വാങ്ങിച്ചു? നിങ്ങൾ വാങ്ങിച്ചു. നിങ്ങൾ വാങ്ങി എന്ത് നിങ്ങൾ വാങ്ങി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് തരാൻ. അപ്പൊ 50,000 വൈറസ് വാങ്ങിച്ചോണ്ട് പോയതാ. വൈറസ് അവനോട് ചോദിക്കണം, അവനോട് തന്നെ ചോദിക്കണം. അപ്പൊ കൈ കാശ് മേടിച്ച് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലോ? ആര് വാങ്ങിച്ചു? നിങ്ങൾ വാങ്ങിച്ചു. ആര് വാങ്ങിച്ചു? ആരോട് വാങ്ങിച്ചു? പത്രത്തിൽ എഴുതുന്ന പത്രം എഴുതി അതുകൊണ്ട് അത് ലോറിയിൽ സാധനം പത്രം കാണിക്കേ, പത്രം പൈസ തന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിക്കും. തീർച്ചയായിട്ടും പൊട്ടിക്കും. ഞങ്ങൾക്ക് താമസിക്കണ്ടേ? ഇത് പൊട്ടിച്ചാൽ ചെവിക്കാൻ. പിന്നെ സാധനം ഇറക്കി വെക്കുന്നു. ഞാൻ ഇത് പൊട്ടിക്കുന്നതിന്റെ ഇത് പൊട്ടിക്കുന്നതിന് ചെവിക്കരി. ഞങ്ങളെ മെനക്കെടുത്ത് ഇന്നലെ രാത്രി തൊട്ട് മെനക്കെടുത്ത് രാവിലെയൊക്കെ എനിക്ക് നമ്മളിവിടെ കിടന്നുകൊണ്ട് കൈകളുടെ അടിക്കാം. നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് പൈസ വാങ്ങിച്ചു വാടകയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അതിന് ഇപ്പോൾ ചില പ്രൊസീജിയർ ഉണ്ട്. അഡ്വാൻസ് അഡ്വാൻസ് മേടിച്ചേക്ക് ലോറിയിൽ വരണുണ്ട്. ലോറിയാണല്ലോ നമുക്കൊരു കോപ്പിൽ കൊണ്ടുപോവാ. അതിനുശേഷം സംസാരിക്കാം. അഡ്വാൻസ് മേടിച്ചത് അഡ്വാൻസ് തരണം. തരത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചാവി അഡ്വാൻസ് വാങ്ങിച്ചെങ്കിൽ തരും. അഡ്വാൻസ് മേടിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മള് പഴയ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റുമോ? വേറെ കാര്യം, എത്ര അഡ്വാൻസ് കൊടുത്ത? 50,000 രൂപ. 12 രൂപ വാടക. അങ്ങനെ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ എന്റെ പേരും പറഞ്ഞ ആരും നിങ്ങളിത് പൈസ വാങ്ങിച്ച് ഞാൻ തരാം. അത് പിന്നീട് സാറേ ഇപ്പൊ തരണ കേസല്ലോ. ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ തരണം? ഗേറ്റ് തുറക്കത്തില്ല. ഞാൻ നീ വേറെ സാറേ എന്ത് ന്യായം സാറേ ഈ പറയണേ? എന്ത് ന്യായം പറയണത്? ന്യായമാണ്. നമ്മൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് അന്യായമാണ്. അഡ്വാൻസ് ആണുങ്ങളുടെ വീട് കണ്ടത് കടകൊള്ളാവുന്ന വീടൊക്കെ നോക്കിയിട്ട് അവിടെ താമസിച്ച് ചുളിവിലെ ഓസൊക്കെ പിന്നെ അവിടെ ഒരുപാട് പിന്നെ തട്ടിപ്പ് സംഘങ്ങൾ ഇറങ്ങുന്നുണ്ട്. നമ്മൾ കണ്ടുണ്ട്. ഒരുപാട് വീട് തുറന്നു കൊടുക്കുന്നു. ഞാൻ കാണുന്നില്ല. അവരങ്ങനെ കള്ളം പറയുന്ന ആൾക്കാരല്ല. ചേച്ചി എന്തിനാ ചൂടാവതേ? നീ കണ്ടോ? അപ്പൊ നമ്മൾ നല്ല പാർട്ടിയല്ല. അതിപ്പോ മനസ്സിലായി, നല്ല പാർട്ടിയാണ്. അഡ്വാൻസ് വാങ്ങിച്ചിട്ട് പൈസ മേടിച്ച് അന്യായം പഠിപ്പിക്കുന്നത് ഞങ്ങളെ. എന്നിട്ടാണ് ഈ ഉടായ്പ കാണിക്കുന്നത്. ഒരുപാട് ഉടായ്പകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഉടായ്പ കാണിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട്. നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്.
വേണമെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യാം. വേണോ? നമുക്ക് IRS-നെ വിളി. IRS-നെ സാറ് വിളിക്കണം. സാറ് വിളി എനിക്ക് ഇവിടെ വിളിക്കാം. വിളി. ഒരു വൈറസ് ഒരു ഐറസ് നിങ്ങളെല്ലാം അഡ്വാൻസ് അയാളുടെ കൊടുത്തത്. ന്യായം കൂട്ടി പറയാൻ കൂട്ട് പറഞ്ഞു ഞാൻ കയറാൻ. കൂട്ട് പറഞ്ഞു പൂട്ടൊന്നും മാറിയിരിക്കണം സാറേ. ഇതിന് കൂട്ട് പറഞ്ഞേ സാറേ മാറിയിരിക്കണം. പൂട്ടൊന്നും തുറക്കൂല. അമ്മ മാറിയിരിക്കണം അമ്മ. പൂട്ടൊന്നും നിങ്ങൾ തുറക്കൂല. തൊടണമെങ്കില് ആ. തൊട്ട എടാ നീ സാധനം വലിച്ചിറക്കണ അകത്തോട്ട് ഇടണേ. ഞാൻ അകത്തൊന്ന് വാങ്ങിക്കാടാ. ഇതിനകത്ത് ഇറക്കത്തില്ല. ഇവിടെ ഇറക്കൂല സാധനം. ഇവിടെ ഇറക്കൂല. സാധനം ഞാൻ ഇറക്കാം. നമ്മള് കണ്ടുപോലുമില്ല. അപ്പൊ അന്ന് രാത്രി കണ്ടത് മാള മറന്നില്ല. ഏത് രാത്രി? രാത്രി അഡ്വാൻസ് വാങ്ങിക്കും. ഇത്ര ഉളുപ്പില്ലാതെ സംസാരിക്കരുത് കേട്ടാ. അഡ്വാൻസ് വാങ്ങിച്ചത് പിന്നെ ആകില്ലേ ഇല്ല. ഒരു വൈറസിനെ കൊണ്ടൊന്ന് വാങ്ങിച്ചിട്ട് ഇപ്പൊ മൊത്തം ഞങ്ങൾ വൈറസായി. പിന്നെ ഞങ്ങള് സാധനയുടെ വഴി ഇറക്കിക്കോ. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞങ്ങളുടെ സമയം നീ പരീക്ഷിക്കരുത്. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നിങ്ങളാരാണ്? ഇതിന്റെ കൂടെ വന്നതാണ്. പുള്ളിയെ വിളിച്ചു ചോദിച്ചാൽ ഒരു ദിവസം പറ്റിച്ചെന്ന് പറയണം. പുള്ളി പറയണം നിങ്ങളുടെ കാര്യസ്ഥയല്ലേ സൈറസ്? നിങ്ങളുടെ കാര്യസ്ഥയല്ലേ? നിങ്ങളുടെ വീട്ടിലെ പണി ആ ഞാൻ വീട് കൊടുക്കുന്നുമില്ല. കാരണം എനിക്ക് ഫിറ്റായി കിടന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചോണ്ട് പിന്നെ അപ്പൊ പോലീസിനെ അപ്പൊ നമ്മളെ നിങ്ങളുടെ പൈസ വാങ്ങിച്ചിട്ട് അവർ നല്ല ഫിറ്റ് ആയിട്ട് പൈസ വാങ്ങിച്ചാണ്. താമസ വീട് ഞങ്ങൾ കൊടുത്തു. അവർക്ക് താക്കോല് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾക്ക് പരിപാടിയില്ല. ഞങ്ങൾക്ക് വീട് കിട്ടിയാൽ നിങ്ങൾക്കത് കാണിക്കാമോ? പൈസ ഞാൻ ഫോട്ടോ എടുത്ത് വച്ചിട്ടുണ്ട്. ഒപ്പിട്ടപ്പോഴേ ഞാൻ ഫോട്ടോ എടുത്ത് വച്ചിട്ടുണ്ട്. ചേട്ടാ മാറി ചുമ്മാരി കളിക്കല്ലേ. പോലീസിനൊക്കെ വിളിച്ചില്ല. പോലീസ് വിളിച്ചില്ല. സാറേ ഒന്ന് മാറി. എന്തോ നിങ്ങൾ സാർ ഒന്ന് മാറി നിൽക്കും. പറ്റില്ല. ഞങ്ങളുടെ വീട്ടിൽ കയറാൻ പറ്റില്ല. സാധനം അകത്തോട്ട് കയറ്റിക്കോട്ടെ. വേണ്ട പറ്റില്ല. അല്ല ഇപ്പൊ ചാടി കയറാൻ പോലും വിളിച്ചിട്ടുണ്ട്. മറ്റവരെ എല്ലാം വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ വരും. ഇപ്പൊ 5 മിനിറ്റ് ഉടനെ രണ്ടിടത്ത് കളിക്കില്ലേ. എന്റെ അടുത്ത് കഴിക്കല്ലേ. എന്റെ വീട്ടിൽ കയറണമെങ്കിൽ എന്റെ ഒരു സാറേ ഒന്ന് മാറി സാറേ അങ്ങോട്ട്. അതല്ല ഇപ്പൊ ചാടി കയറാൻ പോടും. പിന്നെ അല്ല ചാടി കയറാ. എവിടെ ചാടി പൂട്ട് തുറക്കാൻ സമ്മതിക്കില്ല. പിന്നെ ചാടി കയറണ്ടേ. എല്ലാരും വരും. ഇപ്പൊ മാറിക്ക സാറേ. എന്തിനാണ് എന്റെ സാധനം എന്റെ വീട്ടിൽ കയറണമെങ്കിൽ എന്റെ അനുഭവം വേണം. അത് ഉണ്ടായിരുന്നില്ല. എഴുതി തന്നല്ലോ. എവിടെ എഴുതി തന്നല്ലോ. കൊണ്ടുപോവാ. അത് ഇനി പ്രത്യേകിച്ച് കയറേണ്ടെന്ന് ഇനി പൂജയൊക്കെ ചെയ്ത് കയറണം. അതെനിക്കറിയാം. എന്റെ വീട്ടിൽ കയറണമെങ്കിൽ എന്റെ അനുഭവം വേണം. തന്നെ വെട്ടിയായിരിക്കും. നിങ്ങൾ അനുവാദം എല്ലാം ഒപ്പിട്ട് പേപ്പറിൽ തന്നത്. ആരും ഒപ്പിട്ട് ഈ വൈറസ് നിങ്ങൾക്ക് ഒപ്പിട്ട് വൈറസ് ഏത് വൈറസ്? വൈറസാ സൈറസാ ഏതാണ്? ആയിരിക്കും. ഞങ്ങള് മറ്റൊരുക്കാവെന്ന് പറഞ്ഞത്. ഇത് കൊള്ളാമല്ലോ. ഇതെന്തൊരു വെള്ളരിക്കാൻ പറ്റണോ? വെള്ളരിക്കാൻ പറ്റണോ? അറിഞ്ഞ വീട്ടിലേക്ക് വന്ന് ചുമ്മാ ചുളുവിലേക്ക് കയറി താമസിക്കാനായിട്ട്. എന്നിട്ട് പിന്നെ കള്ളം പറഞ്ഞ് എഗ്രിമെന്റ് എഴുതി പൈസ 50,000 രൂപ അഡ്വാൻസ് കൊടുത്തു. അറിയാ എടുത്തോണ്ട് പോ. ഇറക്കി വെച്ചിട്ട് ഞാൻ റോഡിൽ ഇവിടെ വയ്ക്കാം. എന്റെ വീട്ടിൽ കൊണ്ടുപോകാം. ഞങ്ങൾ പൈസ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ വെക്കും. പൈസ തന്നിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്. അത് ഉറപ്പുണ്ട്. നിങ്ങൾ പൈസ കൊടുത്ത് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ സഹായിക്കാം. കയറി ചാടട്ട് സാറേ. സാറ് പൂട്ട് തുറക്കില്ല. അല്ലെങ്കിൽ ഞാൻ കയറി ചാടി സാധനങ്ങൾ പറക്കി വെച്ചിട്ട്. വീട്ടിൽ അനുവാദം ഇല്ലാതെ എഴുതി തന്നതല്ലേ. അനുവാദം ഇല്ലാതെ നീ ചാടി കേറുവോന്ന്? ഈ വാടക അനുവാദം ഇല്ലാതെ നീ ചാടി കേറുവോ? അനുവാദം എഴുതി തന്നില്ല. പിന്നെ തന്നത് എടുത്തോണ്ട് വാ. ചുമ്മാ കള്ളം പറയും. എഴുതി തന്നു 50,000 അഡ്വാൻസ് വാങ്ങിച്ച്. പിന്നെ അഡ്വാൻസ് വാങ്ങിക്കാതെ ആര് വാങ്ങിച്ചു? അഡ്വാൻസ് ആര് വാങ്ങിച്ചു? സാറേ ഇതിപ്പം ഞങ്ങള് ഒരു കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന് വീട് കാണിച്ച് ഈ വീട് കാണിച്ചിട്ട്
അപ്പോൾ ചാവി ഉണ്ടായിരുന്നു. പുള്ളിയാണെന്നാണ് എൻ്റെ ഊഹം. പുള്ളിയുടെ ഇതേ സൈസും ഇത് തന്നെയാണ്. അന്ന് ബ്രൗൺ കളർ ഷർട്ടാണോ ഡാർക്ക് കളർ കറുപ്പ് ഷർട്ടാണോ എന്ന് അറിഞ്ഞൂടാ, ഇരുട്ടത്ത് അറിഞ്ഞൂടാ. തുറന്ന് തന്ന് കാണിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു സാർ 12 രൂപ അഡ്വാൻസ് വേണം, 12 രൂപ വാടക വേണമെന്ന് പറഞ്ഞു. 12 രൂപ വാടക 12 രൂപ 12 രൂപ വാടക വേണമെന്ന് പറഞ്ഞു. 50,000 അഡ്വാൻസും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്വാൻസ് കൊടുത്ത് വാടക മാറ്റി എഗ്രിമെന്റ് എഴുതി. ഇപ്പം വരും ഒരു ലോറി സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. സാറേ ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ ഇല്ല, ഇവിടെ ഇല്ലാതായി. അതൊന്നും എനിക്കറിയാമോ. നിങ്ങൾ ആരുടെ അഡ്വാൻസ് അവരോട് പോയി പറ. അമ്മ എന്തെങ്കിലും പറയാം, എന്ത് ചെയ്യണം ഞങ്ങള്? ഏത് പൈസ? ഒരുമാതിരി വാങ്ങിച്ചിട്ടുണ്ടോ പൈസ? ഞാൻ കൊടുക്കാം. നിന്റെ കയ്യിലുണ്ടോ പൈസ? നിന്റെ കയ്യിലുണ്ടോ? അഡ്വാൻസ് വാങ്ങിച്ച പൈസ നിന്റെ കയ്യിലുണ്ടോ? എനിക്ക് അസഭ്യം ഉണ്ടോ പൈസ? ആ പൈസ ഞാൻ കൊടുക്കാം. നീ സംസാരിക്കണ്ട. നീ ആട്ടോ സാധനം കൊണ്ടുവന്നു നീ അതിന് പോയാൽ നീ ഇതിന്റെ ഇടയിൽ കയറി സംസാരിക്കും. ഞങ്ങള് ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ ആയി. അപ്പൊ നീ ഇതിന്റെ ഇടയിൽ കയറി സംസാരിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് സാധനം ഇറക്കി റോഡിലൊക്കെ ഇറങ്ങിട്ട് പോകണമെങ്കിൽ ഇവിടെ ഇറക്കാൻ ഇനി ഇവിടെ റോഡ് ബ്ലോക്ക് ആക്കി ഇടണം. ഇനി അതിന് നമ്മള് നമുക്കറിയാം. അപ്പൊ ഈ വീടിന്റെ നടയിലോട്ട് ഇങ്ങോട്ട് ഇറക്കി വിട്. ഇവിടെ ഇറക്കണ്ട, ഇവിടെ ഇറക്കണ്ട. പിന്നെ സാറേ ഞങ്ങൾക്ക് അറിയാം, ഇവിടെ വന്നവൻ താണ്ട ഈ ഇത് കണ്ട ക്യാമറ CC ക്യാമറ ചെക്ക് ചെയ്താൽ അറിയാം. ഈ സാറിന്റെ ഫോട്ടോ സഹിതം അറിയാം. ഫോൺ ഇത് വെച്ചോ. എന്ത് സാറേ എന്റെ വീട്ടിനകത്ത് നടക്കുന്ന കാര്യം? എന്റെ വീട്ടിനകത്ത് മതിലാടിച്ച് കയറാൻ ഒരു തീരുമാനമായിട്ട് കയറിയ പോരെ. പിന്നെ സാറേ ഞങ്ങൾ ഇത് അവനെ പറഞ്ഞു വിടണ്ടേ സാറേ? അവന് വണ്ടി സാധനം ഇറങ്ങിട്ട് പോണ്ടേ? ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ മാന്യത പാലിക്കാണ്. ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ആരുടെ പൈസ വാങ്ങിച്ചിട്ടില്ല. ഒരു പൈസ വാങ്ങിച്ചിട്ടില്ല, ഒരു എഗ്രിമെന്റ് എഴുതിയിട്ടുമില്ല. ഇല്ല, വിളിച്ചിട്ട് നിങ്ങൾ അതൊന്നും പറയണ്ട. എന്നോട് എനിക്കറിയാം. എനിക്ക് തലയ്ക്ക് അസുഖമൊന്നുമില്ല, ഒരു ഓർമ്മക്കുറവ് ഞങ്ങൾക്ക് ഉള്ളത് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വേറെ ഏതോ വീട് കാണിച്ചിട്ട് ഇതാണെന്ന് പറഞ്ഞു വന്നാൽ വീട് എടുക്കാൻ പറ്റുമോ? എനിക്ക് സാറ് ഞങ്ങൾക്ക് ഒരു വീട് വാടക എടുത്തു. സൈറസ് സാറിനെ പറ്റിച്ച ഇവരെയും പറ്റിച്ചതാണ്. ഞാനിത് കണ്ടിട്ടാണ് ഓടിപ്പോയി വിളിച്ച് പറഞ്ഞത് സാറേ ഇവിടെ നമ്മൾ കൊടുക്കണമെന്നെങ്കിൽ ഞാൻ താക്കോല് കൊണ്ട് വരും. ഒരു സൊല്യൂഷൻ പറയണം. സ്ഥലം തീരുമാനിക്കുന്ന സൈറസിന്റെ നിങ്ങൾ കൊടുത്തെന്ന് പറയണമെങ്കിൽ അവൻ പറ്റിപ്പുകാരനാണ്. അവൻ ഇതുപോലെ വീടുകൾ കൊണ്ട് കാണിച്ചിരിക്കുവാണ്. ഈ വീട് കൊണ്ട് കാണിച്ചിട്ട് പൊട്ടിക്കൂലല്ലോ സാറേ ചുമ്മാരിക്കും. സാറേ സാറേ ചുമ്മാരിക്കും സാറേ. എന്റെ വീട്ടില് ഇതൊരു ഒളി ക്യാമറ പ്രോഗ്രാമാണ്. ഞങ്ങൾ പറയണ ഇനി വേറെ ഒന്നുമല്ല. ഇത്രയൊക്കെ ആയി, ഞങ്ങൾ ഇനി ഇത് കയറി താമസിക്കാൻ പോകണ്ട. അതാണ് പറയാൻ പോകുന്നത്. സാർ ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്പോൾ ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞുള്ളൊരു ചാനലിൻ്റെ പ്രോഗ്രാമാണ്. ബിഗ് പ്രാങ്ക്സിൻ്റെ വക കുറച്ച് സമ്മാനങ്ങളുണ്ട്. അപ്പോൾ തിരുമല വെറൈറ്റി ഫാൻസി തരുന്ന ഒരു സമ്മാനം അടുത്ത് ലൈഫോൺ മൊബൈൽ തിരുമല നൽകുന്ന ഒരു സമ്മാനം. BK ഫാർമസി തിരുമല നൽകുന്ന ഒരു സമ്മാനം. ഓക്കെ, സന്തോഷമായോ? പോരെ തിരുമല കൈരളി നഗറിന്റെ പ്രസിഡന്റ്, കമ്മിറ്റി മെമ്പർ, പ്രസിഡന്റ് ഇവരെല്ലാം ചേർന്ന് ഈ പ്രോഗ്രാം വൻ വിജയമാക്കി തീർത്തതിന് വളരെ വളരെ നന്ദി.